എന്തൊരു ചൂട്! ഈ നേരത്തെ എന്താ ഒരു ഇളനീര് കൂടി? അതുകൊണ്ട് അണ്ണാച്ചിക്ക് ഉടമ്പ് ശരിയില്ലേ? നമ്മുടെ കുമാരൻ വൈദ്യര് പറഞ്ഞിട്ടുണ്ട് ശരീരം തണുപ്പിക്കാൻ ധാരാളം ഇളനീര് കുടിക്കണമെന്ന്. അണ്ണാച്ചി തൊട്ട് വെക്കരുത് കച്ചാറി തരുന്നത് വേണമാ. ഇവരെന്തൊരു വിദ്യയാണെന്ന് നോക്കിയേ. ഇളനീരിലൂടെ ആരെങ്കിലും അച്ചാർ തൊട്ട് വെക്കൂടാ കഴുതേ. നോക്കട്ടെ, ഇനി തരാനാ പറഞ്ഞത്. എന്തിനാ? നിനക്ക് കുടിക്കാനല്ലേ? ഇത് ഞാൻ തരൂല്ല. ഇത് തരൂല്ല. പിടിക്കരുത്. അയ്യോ, അത് കുടിക്കാൻ കൂടാതെ. ഈ പുതിയ പരിപാടി എന്ന് തുടങ്ങി? ഏത്? അത് മണം വ്യത്യാസം ഉണ്ടല്ലേ? അത് ഈ ചെന്തങ്ങിട്ട കരിക്കായോണ്ടാ ഇല്ലടോ. ആണോ? ആവാ തന്നെ ഞാൻ ഉണ്ടല്ലോ. അല്ല, ഹലോ, അയ്യോ മനുഷ്യർക്കേ അതോ ദിവസേന എത്ര ഇളനീര് കുടിക്കണമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നേ? കൂട്ടുകെട്ടാണമ്മേ അച്ഛനെ ചീത്തയാക്കുന്നേ. കൂട്ടുകെട്ടൊന്നുമല്ല, എന്റെ മനോവിഷമം കൊണ്ടാ ഞാൻ ഇളനീര് കുടിക്കുന്നത്. മനോവിഷമോ? പിന്നല്ലാതെ. സ്കൂളിന് അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം ഒന്ന്, പിന്നെ നീ എന്നെ അനുസരിക്കുന്നില്ല എന്നുള്ള വിഷമം വേറൊന്ന്. ഞാൻ അനുസരിക്കുന്നില്ലെന്നോ? ഉണ്ടോ? നിന്നോട് GTC കോഴ്സിൽ ചേരാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചോ? ഓ, അതുകൊണ്ടാണ് കുടിക്കുന്നതല്ലേ? അതെ. TTC പാസ്സായ നിനക്ക് സ്കൂളിൽ ജോലി ചെയ്തൂടെ? കൊള്ളാം. കുടിക്കാനുള്ള കാരണം അസലായിട്ടുണ്ട് അല്ലേ അമ്മേ? ആ വെങ്കടേശൻ ഇവിടുന്ന് ഓടിക്കണം. വെങ്കടേശന് എന്തിനാ? അവന് മാത്രമേ എന്നോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളൂ. പാവം പയ്യൻ. എവിടെ അവൻ? ഞാൻ ഇന്നവനെ പട്ടിണിക്കിടുമെന്ന് പറഞ്ഞിരിക്കുക. പട്ടിണിക്കിടുവോ? എന്തിനാ? ഈ ഇളനീര് കൂടി ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാ. ഇതാണ് എന്റെ രഹസ്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. നമ്മുടെ കണ്ണു വെട്ടിക്കാൻ പുതിയ പുതിയ അടവുകൾ പരീക്ഷിക്കണം. എന്തു വേണം? സാമ്പാർ ரொம்ப பிரமாதமா இருக்கு. வெள்ளம் குடிக்க